നിന്നെ ഇവനെയൊക്കെ ഞാൻ മറക്കും. പക്ഷെ മറക്കാൻ പറ്റാത്ത ഒരുത്തന്നെ ഇവിടെ ഉണ്ടല്ലോ. ആണോ പെണ്ണോ എന്നറിയാത്തൊരു സാധനം. എത്ര വെള്ളിക്കാശനാടാ നായിന്റെ മോനെ നീ എന്നെ ഒറ്റ. അപ്പോൾ തൊഴിൽ ആടുവട്ടായിരിക്കും. ഇല്ല, ആട് വെട്ടില്ല. ആടിന്റെ ചങ്കിലെ ചോര കുടിക്കും. അതാണ് എന്റെ ആരോഗ്യ രഹസ്യം, എന്റെ ജീവൻ ടോൺ. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊടുകുന്നു കൗതുകം. തദേവയുക്തം ഭൈഷജ്യം യഥാരോഗ്യായ കൽപ്പതേ സചൈവ ഭിഷജാം ശ്രേഷ്ഠോ യോഗേദ്യോയ പ്രമോചയേത്. എന്ന് വെച്ചാൽ ഏതൊന്നാണോ ആരോഗ്യത്തെ ഉണ്ടാക്കുന്നത് അതാണ് യുക്തമായ ഔഷധം. ഏതൊരുവനാണോ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അവനാണ് ഉത്തമ വൈദ്യൻ. കിഴക്കേ മുറിയുടെ ചവിട്ടിത്തിരുമും ആട്ടിൻ ചോരയുമാണ് എന്റെ ഔഷധം. സകലകലാവല്ലഭൻ. എന്റെ പണി പോലെ ഇരിക്കുന്ന ശരിക്കും കയ്യിൽ ഇരിക്കുന്ന എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. മുടി മാത്രല്ല, മനസ്സും നരച്ചോ? നിന്റെ പഴയ ആവേശവും സന്തോഷവും ഒക്കെ അങ്ങ് പോയി. എന്തു പറ്റി പറയേ? മൊത്തത്തിലൊരു ബോറടിയാ. ജീവിച്ച് ജീവിച്ച് ജീവിതം ഡ്രൈ ആയിപ്പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്ലസാ? ആഹി. കമ്മൽ? ഛെ, ഛെ, ഛെ. മൂക്കുത്തിയായിരിക്കും. നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ? അല്ല, പിന്നെ പരിപ്പ് വട. നീ ഉണ്ടാവില്ലടാ എന്റെ കൂടെ. ഉണ്ടാവില്ലതോ? എന്നാ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? പോലീസ് വേണ്ട, പട്ടാളം വേണ്ട, ഒന്നും വേണ്ട. ആ പന്നിയുടെ കൊലവളി ഞാൻ പൊട്ടിക്കും. പണ്ടറങ്ങാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവള് വേറെ കല്യാണം കഴിക്കുന്നതെന്നാണല്ലോ എന്നോട് പറഞ്ഞു. എവിടെ വെച്ച കല്യാണം? ചർച്ചില്. ഏത് ചർച്ചില്? ചർച്ച് റോഡിലുള്ള ഏതോ ഒരു ചർച്ചിൽ. ചർച്ചിൽ പേരിലടാ ഏതോ ഒരു സെയിന്റിന്റെ പേര് പറഞ്ഞു. അവിടെ ഒരുപാട് പള്ളി ഉണ്ടേ. നിനക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ട്. ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. ശരിയാവത്രേ. കേട്ടു തുരുമ്പിച്ചു. ജീവിതത്തിൽ 1000 വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും. എന്റെ അമ്മ, അച്ഛൻ. ആർക്കടാ വട്ട്? ആരാടാ വട്ടാന്ന് വിളിച്ചത്? മോനെ ഷൈൻ ചെയ്യണം. മച്ചമ്മി ചുമ്മാ ഒരു പോരിറക്കിയതല്ലേ? എന്ത് വന്നത്? എന്താ പരിമളം, സുഖല്ലേ? തരക്കേടില്ല. പകലൊക്കെ ബോറടിച്ച നിന്റെ സ്ത്രീകൾ അങ്ങോട്ട് പോരാന്നാണല്ലോ ഞാൻ കേട്ടത്. ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, എനിക്ക് വെറുതെ അങ്ങനെ അങ്ങോട്ട് തോന്നിയതാ. ആ തോന്നല് വേണ്ടാട്ടാ. പെട്ടി നല്ല ചൂടായിട്ടായിരിക്കണേ.